ഹരേ കൃഷ്ണ. സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ നരസിംഹസ്വാമിയുടെ ഒരു അത്ഭുതകരമായ ഒരു മിറാക്കിൾസ് ആണ് കേൾക്കാൻ പോകുന്നത്. ഇത് വേറെ എങ്ങുമല്ല നടന്നത്, ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ എന്ന നഗരത്തിൽ 10 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അവിടുത്തെ ഇസ്കോൺ മന്ദിരത്തിൽ ഒരു ദക്ഷിണാഫ്രിക്കൻ ഫാമിലി തൻ്റെ 5 വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടിയുമായിട്ട് എല്ലാ ദിവസവും രാവിലെ അവിടുത്തെ പൂജയും ആരതിയും ഒക്കെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് നരസിംഹ ആരതി കേട്ടപ്പോൾ എന്തുകൊണ്ടോ ആ പൂജയോടും ആ പ്രാർത്ഥനയോടും ഭഗവാൻ നരസിംഹത്തിനോടും എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നി. അവൾ അന്ന് തൊട്ട് നരസിംഹസ്വാമിയെ ലയൺ ഗോഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാർക്കും ലയൺ ഗോഡിനെ പരിചയപ്പെടുത്തി. അവൾ അങ്ങനെ നരസിംഹസ്വാമിയുടെ ഒരു വലിയ ഭക്തയായിട്ട് മാറി. കളിക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ അവൾ എപ്പോഴും നരസിംഹ ആരതി ചൊല്ലിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരും ഒന്നിച്ച് അവൾ പന്ത് തട്ടി കളിക്കുകയായിരുന്നു. അവളുടെ പിതാവ് 1-ാം നിലയിൽ നിന്ന് ആ കാഴ്ചകളൊക്കെ കാണുന്നുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിലിരുന്ന ആ പന്ത് വഴിയിലേക്ക് ഉരുണ്ടുപോയത്. ആ പന്തെടുക്കാൻ ആ കുഞ്ഞ് അതിൻ്റെ പുറകെ ഓടി. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ട്രക്ക് പാഞ്ഞു വരുന്നതാണ് അവളുടെ പിതാവ് കണ്ടത്. ഉടൻ തന്നെ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എടുത്തു ചാടി. പക്ഷേ ആ ചാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞ് അദ്ദേഹത്തിന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ കിടന്നു പോയി. തൻ്റെ മകളെ ട്രക്ക് ഇടിച്ച് വീഴ്ത്തുന്നത് കണ്ട് അദ്ദേഹം ഇതിലും ഭേദം തനിക്ക് മരണപ്പെട്ടാൽ മതിയല്ലോ എന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ കിടന്നു. അപ്പോൾ തന്നെ ആ ട്രക്കിനെ പിന്തുടർന്നൊരു പോലീസ് വാൻ വരുന്നുണ്ടായിരുന്നു. അവർ ട്രക്കിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും ആ കുഞ്ഞിനെയും പിതാവിനെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ച ഉടനെ ആ കുഞ്ഞിൻ്റെ ഫുൾ ബോഡി എക്സ്റേ ഒക്കെ എടുത്തു. ആ കുഞ്ഞിന് ബോധം ഇല്ലായിരുന്നു. ആ കുഞ്ഞിൻ്റെ എക്സ്റേ കൊണ്ടുവരുവാൻ നേഴ്സിനോട് ഡോക്ടർ ആവശ്യപ്പെട്ടു. നേഴ്സ് നൽകിയ ആ എക്സ്റേ കണ്ട് ഡോക്ടർ അതിശയിച്ചു പോയി. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ആക്സിഡൻറ്റ് പറ്റിയ കുഞ്ഞിൻ്റെ എക്സ്റേ കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്. ഈ നോർമൽ എക്സ്റേ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, ഇത് മാറിപ്പോയതല്ല, ഇതാണ് ഈ കുഞ്ഞിൻ്റെ എക്സ്റേ. അത് കേട്ട് വീണ്ടും അതിശയിച്ച ഡോക്ടർ ചോദിച്ചു, ട്രക്കിടിച്ച് തെറിഞ്ഞു വീണ കുഞ്ഞിന് ഒരു പൊട്ടലൊന്നുമില്ലെന്നോ? ഇതെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ആ കുഞ്ഞിന് ബോധം തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, ഞാൻ പന്തെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പെട്ടെന്നാണ് ഞാൻ കാണുന്നത് ട്രക്കിനെ ഇടിക്കാൻ വരുന്നത്. പക്ഷേ ഉടൻ തന്നെ ഞാൻ എൻ്റെ ലയൺ ഗോഡിനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തന്നെ ലയൺ ഗോഡ് വന്നു, എന്നെ വായുവിൽ പൊക്കിയെടുത്തു റോഡിൻ്റെ ഒരു സൈഡിൽ കൊണ്ട് കിടത്തി. ലയൺ ഗോഡ് ഭയങ്കര സുന്ദരനാണ് കാണാൻ. നല്ല സ്വർണ്ണ മുടി, നല്ല തിളക്കമുള്ള കണ്ണുകൾ. പക്ഷേ ലയൺ ഗോഡിൻ്റെ നഖം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ കിടത്തിയപ്പോൾ ലയൺ ഗോഡിൻ്റെ നഖം എൻ്റെ പുറത്ത് കൊണ്ട് എൻ്റെ പുറം മുറിഞ്ഞു. അത് കാരണം ആ നഖം നമുക്ക് ചെത്തിക്കളയണം. അത് മുറിച്ച് കളഞ്ഞാലേ നമുക്ക് ലയൺ ഗോഡ് എടുക്കുമ്പോൾ നമുക്ക് വേദനിക്കാതിരിക്കത്തുള്ളൂ എന്ന് ആ കുഞ്ഞ് നിഷ്കളങ്കമായി പറഞ്ഞു. ഈ കുഞ്ഞിന് ആക്സിഡൻറ്റിൽ എന്തോ മാനസികമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വിചാരിച്ചു. അങ്ങനെ പലതരത്തിലുള്ള വീണ്ടും ടെസ്റ്റുകൾ ചെയ്തു. ആ കുഞ്ഞിനെ അവർ ഫിസിക്കലായിട്ട് വീണ്ടും പരിശോധിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അവളുടെ പുറത്ത് ഒരു നഖം കൊണ്ടുപോയൊരു പാടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഈ കുഞ്ഞിനെ ട്രക്കിടിച്ച് വീഴ്ത്തിയതോ അതോ വല്ല വന്യമൃഗങ്ങൾ ആക്രമിച്ചതോ? അതിനുശേഷം അവരെല്ലാവരും അവളുടെ ലയൺ ഗോഡിൻ്റെ ഭക്തരായി മാറി. അങ്ങനെ നമ്മുടെ നരസിംഹസ്വാമിക്ക് അവിടെ ഒത്തിരി ഭക്തരുണ്ടായ സമയമായിരുന്നു അത്. അപ്പോൾ ഇത് തൻ്റെ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഭഗവാൻ നരസിംഹ രൂപത്തിൽ വരുന്നത്. ഈ കലിയുഗത്തിലും തൻ്റെ ഭക്തരെ രക്ഷിക്കാൻ ഭഗവാൻ വരുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ഭക്തരും തൻ്റെ ഭഗവാനെ പരിപൂർണമായി ഈ കുഞ്ഞിനെ പോലെ വിശ്വസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ.